ഇത് നമ്മൾ വർക്കുള്ള ഒരു മോർണിംഗ് ഡേ ആയിട്ടോ കാണിക്കുന്നത്. പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് ചെന്നപ്പോൾ നമ്മുടെ സ്ഥിരം കക്ഷി ഹാജരായിട്ടുണ്ട്. ആകെ ഒരു വ്യത്യാസം എന്തെന്നാൽ ഇന്നാൾ ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത്. സാധാരണ ഒരു പടയായിട്ട് എത്താറ്. എന്തായാലും അതും കണ്ട് നിന്നപ്പോൾ ഓർത്തെ, ഇന്നൊരു വർക്കിംഗ് ഡേ ആണല്ലോ, ജോലിക്കും പോകണം. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല, പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാം. ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ നല്ല ഒരു അടിപൊളി ചായ ഇട്ടായിരിക്കും കേട്ടോ. ചായയും തലേന്നത്തെ കാര്യവും പിറ്റേന്നത്തെ കാര്യവും അങ്ങനെ വിട്ടുപോയ എന്തെങ്കിലും ഗോസിപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒരു അടുക്കള ചർച്ചാ വിഷയമാക്കിയിട്ടായിരിക്കും ഞങ്ങളുടെ ചായ ഉണ്ടാക്കുക. ഇന്ന് നമുക്ക് പുട്ടും കടലയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മൾ തലേന്നേ തീരുമാനിച്ചായിരുന്നേ. അതിൻ്റെ ഭാഗമായിട്ട് കടല നമ്മൾ തലേന്നേ എടുത്ത് വെള്ളത്തിയിട്ടായിരുന്നു. രാവിലത്തേക്ക് ആശാനൊന്ന് കുതിർന്ന് സെറ്റാകുമല്ലോ, പിന്നെ ഞൊടിയിടെ കാര്യങ്ങൾ നടക്കുമെന്നായിരുന്നു പ്ലാനിങ്. പക്ഷേ സംഗതിയുടെ ഇടയ്ക്ക് ചെറിയൊരു ട്വിസ്റ്റ് നടന്നു. അത് ഞാൻ വഴിയേ പറയാം കേട്ടോ. ഒരു സിമ്പിൾ കടലക്കറി വെക്കാൻ ആർക്കും അറിയാത്ത എന്നൊരു ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്നും കാര്യങ്ങൾ എന്താണെന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും കടലക്കറി സെറ്റാകാൻ അടുപ്പിൽ വെച്ച ടൈം കൊണ്ട് നമുക്ക് പുട്ട് റെഡിയാക്കാമെന്ന് കരുതി അതിനുള്ള പ്ലാനിങ് തുടങ്ങി. അങ്ങനെ പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ട് പുട്ട് റെഡിയാകുന്ന ടൈം കൊണ്ട് നമ്മുടെ കടല വെന്തു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഒരു ട്വിസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ, അതെന്താണെന്ന് ഇപ്പോൾ പറയാവേ. നമ്മൾ ഈ കടല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വെളിച്ചെണ്ണയിൽ കടുകും പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, വേണ്ട മസാലക്കൂട്ടെല്ലാം കൂടി ഇട്ട് നല്ല സെറ്റായിട്ട് വഴറ്റി വന്നപ്പോൾ നമ്മൾ കുക്കർ തുറന്നിട്ട് കടല ഒരു നോട്ടം നോക്കിയേ. എന്താണെന്നറിയോ, ഇന്നലെ ഇട്ടതാണല്ലോ ആശാനെ വെള്ളത്തിൽ, ഇന്നൊന്ന് കുതിരാൻ വേണ്ടിയിട്ട്. പക്ഷേ എത്ര അടിച്ചിട്ടും ആശാൻ കുതിരുന്നേയില്ല. അതെൻ്റെ തെറ്റാണോ കടലയുടെ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സംഗതി നടന്നില്ല കേട്ടോ. ഒരു കടല ഇത്രയും തവണ അടിച്ച് വേവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ കരുതിയില്ലായിരുന്നു. പക്ഷേ തോറ്റു കൊടുക്കാൻ ഞങ്ങൾ റെഡിയായില്ല. എത്ര അടിച്ചിട്ടാണെങ്കിലും കടല നല്ല സോഫ്റ്റായിട്ട് വേവിച്ച് നമ്മൾ കാര്യം സെറ്റാക്കി കേട്ടോ. അതുപോലെ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടില്ലേ ഒരു സാധനം അരച്ച് ചെയ്യാത്തത്, അത് നമ്മൾ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെന്ത കടല എടുത്ത് മിക്സിയിൽ അരച്ചതാണ് കേട്ടോ. അങ്ങനെ അരച്ചാണ് നമ്മൾ ചേർക്കാറ്. നോർമലി അല്ലാതെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്ത് നോക്കാത്തവർക്ക് ട്രൈ ചെയ്യാം, നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ കടലക്കറി ഇവിടെ സെറ്റായിട്ടോ. ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചപ്പോൾ കുറച്ച് ഐറ്റംസ് മാറ്റി വെച്ചായിരുന്നു അതിൻ്റെ അകത്തുനിന്ന്. സോ ലാസ്റ്റ് അതും കൂടി ഒന്ന് താളിച്ച് കൊടുത്താൽ ആൾ റെഡി. അങ്ങനെ ഫൈനലി നമ്മുടെ പുട്ടും കടലയും റെഡിയായിട്ടോ. അങ്ങനെ ആശാൻ കുറച്ച് മല്ല് പിടിച്ചെങ്കിലും കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ആകെ പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ടൈം എടുത്തേ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലേറ്റായി. അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ നടന്നു എന്നതിനുപരി ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്